ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. നിങ്ങൾക്ക് എന്റെ കണ്ണുമോറും കാണുമ്പോ തന്നെ മനസ്സിലാവില്ല, ഞാൻ ആദ്യമായിട്ടാണ് മോങ്ങിക്കാണ്ട് ഇൻട്രോ എടുക്കുന്നത്. ചട്ടിയും കുട്ടിയും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളിന്ന് ദുബായ് വിടാൻ പോവാണ്. എന്നേക്കുമല്ല, തൽക്കാലത്തിന്. അതല്ല, എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നല്ലോ. ഇങ്ങോട്ട് വന്നേ നീ. എല്ലാരും പറഞ്ഞു ഗൾഫിൽ നിന്ന് നാട്ടിൽ പോകുമ്പോൾ വലിയ ദമ്മാക്കി പോകണം. പക്ഷെ എന്റെ നടത്തങ്ങനെ തൊട്ടപ്പുറത്ത് അങ്ങാടിക്ക് സാധനം വാങ്ങാൻ പോകണമല്ലുണ്ട്. എനിക്കല്ലെങ്കിൽ ഈ പെട്ടിയൊന്നും പോകണമെന്നും പറ്റില്ല. ഇതിപ്പോ ഓരോ കുട്ടിക്ക് ഓരോ പെട്ടി നിൽക്കാണ് ഒക്കെപ്പാട് സാധനം നാട്ടിക്ക് പോകണത്. വന്ന് ദുബായിക്കാണല്ലോ പോണത്, അബുദാബി എയർപോർട്ട്. പിന്നെ പെട്ടിയർക്കലായി, കെട്ടിപ്പിടിക്കലായി, കരച്ചിലായി, പീച്ചിലായി, ആകെ സീന്. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോ കോമഡി, പക്ഷെ എനിക്കറിയാം ഞാൻ എത്ര മോങ്ങിക്കണെന്ന്. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. പെട്ടി തൂക്കലും ചെക്കിങ്ങും പരിപാടി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാൻ വേണ്ടി പോയി. ഇതെത്താ വലിയൊരു എയർപോർട്ടാണ്, കാര്യമില്ല. വെള്ളം കുടിച്ചാൽ എങ്ങനെ വെക്കാം. പക്ഷെ എനിക്ക് ഇതിന് വെള്ളം കുടിച്ചോ പണ്ട് നമ്മൾ കളിച്ചിനടി കൂടെ ആരാന പെരീത്ത് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചാൽ മാതിരി തോന്നുന്നത്. ഒരുത്തനൊക്കെ നേരത്തെ പരീക്കത്ത് ഇന്നലെ തന്നെ എയർപോർട്ടിൽ നിന്ന് കടത്തുറങ്ങിയിരിക്കുന്നു. പെങ്ങളെ മൂത്തുണ്ട്, അതിന്റെ കൂടെ സ്വർഗത്തിനൊക്കെ ദേവതമാരുടെ നിൽക്കണു. ബാ, എല്ലാത്തിനും നുള്ളി പെറുക്കി വിമാനത്തിൽ കയറാം. വലതുകാലം വെക്കണോ ഇടതുകാലം വെക്കണോ? ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റിക്ക് ഇടതുകാലം വെക്കാം. വിമാനം പൊട്ടിത്തെറിച്ചോ നോക്കാലോ. പിന്നെ നിങ്ങളൊരു കാര്യം പറയാൻ പറഞ്ഞേ, ഈ കാണുന്ന മുതലിന്റെ പല്ല് പോയിട്ടാ അളിയൻ ദുബായിന്ന് പറിച്ച്. പക്ഷെ എന്നാലും സീനിലടാ, എന്റെ കുട്ടി സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കണ്ടൊരു മലയാളി ടച്ച് തോന്നുന്നില്ല? എനിക്കും തോന്നുന്നുണ്ട്. മലയാളം നെയ്ക്കാരല്ലേ? ഐക്കാരം. അങ്ങനെ വിമാനം അബുദാബി നിർത്തി. ഇനി കൂടുതൽ വർത്താനം പറിച്ചു ഞാൻ നാളെ രാവിലെ വരെ. ബൈ. എത്ര പെട്ടെന്നല്ലേ നേരം വെളുത്ത്. നമ്മൾ ഇറങ്ങുന്നത് കരിപ്പൂരല്ല, കൊച്ചി ആയതുകൊണ്ട് ചില്ലുകൂടെ നോക്കുമ്പോ ഫുള്ള് ബള്ളേന്. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. കൊച്ചി എത്തി. ചെക്കിങ്ങും ബാഗ് എടുക്കുന്ന തിരക്കിനടി കൂടെ നമ്മളെ മിഥുനെ കണ്ട് എന്തോ ഒരു തങ്കപ്പെട്ട മനുഷ്യർ കുറെ ചിരിച്ച് കുറെ വർത്താനം പറഞ്ഞു. അങ്ങനെ കൂളിംഗ് ഗ്ലാസും വെച്ച് ദമ്മായി കണ്ട് പുറത്തിറങ്ങിയപ്പോൾ വാപ്പ അവിടുന്ന് വ്ലോഗ് എടുക്കണം. എനിക്ക് വാപ്പ ഒരു എതിരാളിയാവും എനിക്ക് ശക്തമായ ഡൗട്ട് ഉണ്ട്. അമ്മയുടെ മോൻ തിരിച്ചെത്തി ഇറങ്ങപ്പോ ഇമ്മ കെട്ടിപ്പിടിച്ച് 2 ഉമ്മക്കലും. യോ, നമ്മൾ ഷിബിൽ മാനേജർ ചെക്കനായിട്ട് എന്റെ മാനി വാപ്പാനെ കൂട്ടി നമ്മളെ കൊച്ചിക്ക് പിക്ക് ചെയ്യാൻ വന്നിക്കണത്. ഞാൻ നാട്ടിലെത്തി ചെക്കന്റെ മാനേജർ ഡ്യൂട്ടിയാണ് തുടങ്ങി. എന്റെ മോനെ വരുന്നൊക്കെ നമ്മളെ വണ്ടി എത്ര കാലേ കണ്ടിട്ട്. എത്ര കാലൊന്നുമില്ല, 28 ദിവസത്തിന് മേലെ എന്തായാലും. കൊച്ചിന്റെ വീട്ടിലേക്ക് ഏകദേശം 3-4 മണിക്കൂർ. പെരക്ക് എത്തുന്നവരെ എന്ത് സംഭവിച്ചു ചോദിക്കുന്നത്. ഞാൻ ചത്ത് കിടക്കിയാണ്, വ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ എത്തിയതിന്റെ വയറാകെ സീനി. എനിക്കാണ് ഈ ബാത്റൂം പോവാൻ മുട്ടിച്ചിക്കാൻ വെച്ച. ഞാൻ കടന്നത് പാഞ്ഞു മോനെ. എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകും. എന്റെ കർത്താവേ, വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. പിന്നെ അതിന്റെ ഉള്ളിൽ നടന്ന ചരിത്രം. So, that's it for today. എന്താ ചെയ്യാ? എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ. സംഭവമായി